ഹായ് ഗൈസ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന കരുതുന്നു. വാവച്ചി ഞാനും ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചിട്ട്, അതായത് നിങ്ങളുടെ അടുത്ത് ഇരുന്ന് സംസാരിച്ചിട്ട് കുറേ നാളായി അല്ലേ വാവച്ചി? വാവച്ചി അംഗൻവാടി പോയി തുടങ്ങിയതുകൊണ്ട് വാവച്ചി ഭയങ്കര ബിസി ആയിപ്പോയി. അതുകൊണ്ട് വാവച്ചിൻ്റെ ഇപ്പം കിട്ടാനില്ല. അതാണ് ഇപ്പൊ തിരക്ക്. അത് മാത്രമല്ല, നമ്മൾ എപ്പോഴും ലാസ്റ്റ് വ്ലോഗ് ഇട്ട വാവച്ചി? മമ്മിയുടെ ബർത്ത്ഡേക്കാണ് ഇട്ടത്. അതാണ് ലാസ്റ്റ് വ്ലോഗ് അല്ലേ? അതിനുശേഷം നമ്മള് നാട്ടിലൊക്കെ പോയി. കല്യാണത്തിനൊക്കെ പോയി. നാളെ ആയപ്പോല്ലേ, നമ്മൾ നേരത്തെ പോയായിരുന്നു കല്യാണത്തിന്. അതുകൊണ്ട് അവിടെ പോയി കുറച്ച് തിരക്കായി പോയി. പിന്നെ നാട്ടിൽ നിന്ന് വന്നിട്ട് ഇവിടെ ഭയങ്കര തിരക്കായി പോയി അല്ലേ? അത് കഴിഞ്ഞ് ബ്രേക്ക് ആയിപ്പോയി. അതുകൊണ്ട് നമ്മള് വ്ലോഗ് ഒന്നും എടുത്തില്ല. ടുമാറോ ആയപ്പോഴല്ലേ നമ്മൾ വന്നത്. നമ്മൾ നേരത്തെ വന്നു. ടുമാറോ പക്ഷെ നാളെയാണ്. നമ്മൾ നേരത്തെ വന്നായിരുന്നു ഇവിടെ. അപ്പൊ അതൊക്കെ കൊണ്ടാണ് നമ്മൾ വ്ലോഗ് എടുക്കാണ്ടിരുന്നത്. അപ്പം പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാല്, നമ്മള് നാട്ടിലൊക്കെ പോയിട്ട് കല്യാണമൊക്കെ കൂടി അത് കഴിഞ്ഞ് എന്താണ് സംഭവിച്ചത് വാവച്ചി? ചുറ്റക്കറങ്ങി. അത് കഴിഞ്ഞിട്ട് എന്ത് പറ്റി വാവച്ചിക്ക്? എന്ത് പറ്റി? വാവച്ചി പൂച്ച ഒരു മാന്ത് കൊടുത്തു വാവച്ചിക്ക്. പറ്റില്ല പൂച്ച. അതായത് നമ്മള് കല്യാണത്തിന് നാട്ടിൽ പോയി. അപ്പം അവിടെ വെച്ചൊരു പൂച്ച ഉണ്ടായിരുന്നു കേട്ടോ. ആ പൂച്ചയോട് ജസ്റ്റ് ഒന്ന് കളിച്ചെന്ന് അധികം നേരം ഒന്നും കളിച്ചത്, ജസ്റ്റ് ഒന്ന് തൊട്ടേ ഉള്ളൂ. പൂച്ച മാന്തി കൊടുത്തു അല്ലേ? ഞാൻ എപ്പോഴും വാവച്ചിയോട് പറയാറുണ്ട്, പൂച്ചേനോ പട്ടിനെ പോയി തൊടരുത്. ചിലപ്പോൾ കടിക്കും, ചിലപ്പോൾ മാന്തുന്നു. കാരണം അതിനറിയത്തില്ലല്ലോ ഇവിടെ കളിക്കാൻ പോണമെന്ന്. എന്തായാലും ഒരു മാന്ത് കിട്ടി. അപ്പം ഞാൻ ഇതെന്താ പറയാൻ കാരണം എന്ന് വെച്ചാല്, നമുക്ക് ആനിമൽസ്, അതായത് മൃഗങ്ങള്, പൂച്ചയോ പട്ടിയോ ഏതോ ആയിക്കോട്ടെ, എന്ത് ആനിമൽസ് നമ്മൾ മാന്താനോ കടിക്കുകയോ ചെയ്താൽ അപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് ഇഞ്ചക്ഷൻ എടുക്കണം. അതെ അതെ. അപ്പൊ വാവച്ചിക്ക് എവിടെയാ മാന്ത് കിട്ടിയത്? എവിടെയാ മാന്ത് കിട്ടിയ? ഇവിടെ 2 മാന്ത് കിട്ടി. അപ്പം നമ്മള് ഹോസ്പിറ്റലിൽ പോയിട്ട് ഇഞ്ചക്ഷൻ എടുത്തു അല്ലേ? പൂച്ച മാന്തിയതാണ്, പൂച്ചല്ല. അങ്ങനെ ഇഞ്ചക്ഷൻ ഒക്കെ എടുത്തു. എത്ര ഇഞ്ചക്ഷൻ എടുത്ത് വാവച്ചി? ശരി, എത്ര ഇഞ്ചക്ഷൻ എടുത്ത് വെച്ചില്ല? അതെ. അതന്നെ. അതായത് നല്ല വേദന എടുത്തു അല്ലേ? കരഞ്ഞോ? അതെ, പാവം വാശി കരഞ്ഞു അല്ലേ? ഒരുപാട് കരഞ്ഞു. അത് അപ്പളെ ഞാൻ പറഞ്ഞ പൂച്ചയോട് പോയി കളിക്കരുതെന്ന്. വാശി കേട്ടില്ല. അതായത് പൂച്ച എന്നോട് കളിച്ചപ്പോഴേ ഞാൻ പറഞ്ഞു വാവച്ചിനോട്, കളിക്കല്ലേ, അത് ചിലപ്പോ മാന്തും. പൂച്ചക്ക് അറിയത്തില്ല വാവച്ചി നീ എന്താ ചെയ്യുന്നേ, ചിലപ്പോ പൂച്ച മാന്തി വയ്ക്കുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്ത് പോയിട്ട് വന്നപ്പോഴത്തേക്കും, പുറത്ത് പോകുമ്പോഴത്തേക്കും ജസ്റ്റ് ഫോൺ കോൾ വന്നേ. എനിക്ക് ഫോൺ കോൾ വന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് വെളിയിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും വാവച്ചി കരയാൻ തുടങ്ങിയില്ലേ? വാവച്ചി കരയാൻ തുടങ്ങിയപ്പോൾ വാവച്ചി പറഞ്ഞു പൂച്ച മാന്തിയാന്ന്. അപ്പൊ ഞാൻ ഇതെന്താ പറയാൻ കാരണം എന്ന് വെച്ചാല്, നമുക്ക് പൂച്ച മാന്തിയാലും പട്ടി കടിച്ചാലും എല്ലാം നമ്മൾ വേഗം പോയിട്ട് ഇഞ്ചക്ഷൻ എടുക്കണം, കുത്തിവയ്പ്പ് എടുക്കണം അല്ലേ? വാവച്ചിക്ക് ഓക്കെ. അപ്പൊ അതൊക്കെയാണ് സംഭവം. അതുകൊണ്ടാണ് നമ്മള് കുറച്ച് തിരക്കൊക്കെ ആയിപ്പോയി. പിന്നെ വാവച്ചി മൂഡ് ഔട്ടായി, അങ്ങനെയൊക്കെ ആയി. പിന്നെ നമ്മള് വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ വാവച്ചി അംഗൻവാടി പോയി, പിന്നെ ഭയങ്കര തിരക്കായി പോയില്ല. പിന്നെ അപ്പൊ നമ്മള് എന്താ പറയാ, അതിനിടയ്ക്ക് കുറച്ച് റാൻഡം ഷോപ്പിംഗ് ഒക്കെ ചെയ്ത്, അപ്പം അതൊന്ന് കാണിക്കാൻ ഓർത്തു നമ്മുടെ വ്ളോഗില്. വാവച്ചിയുടെ ഡ്രസ്സ് കാണിക്കും. 3 അല്ല, കുറെ വാങ്ങിച്ചു, 4 കണ്ട് വാങ്ങിച്ചല്ലോ. ബാക്കിയൊക്കെ എവിടെയാ? ട്രൗസേഴ്സ് ഒക്കെ വാങ്ങിച്ചല്ലോ. വാവച്ചിക്ക് ഷോപ്പിംഗ് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവം അല്ല വാവച്ചിക്കൂട്ടാ? അമ്മ ഡ്രസ്സ് അത് കാണിക്കും ഫസ്റ്റ്. ഓക്കെ, എല്ലാം വാഷ് ചെയ്തു.
ഓക്കെ, ഇതാണ് ആദ്യത്തെ ഒരു ടോപ്പ് അല്ലേ വാച്ചി? ഇതിന് എത്ര രൂപയാ വാച്ചി? 500 രൂപയില്ല. ഞാനിപ്പൊ കാണിക്കുന്ന എല്ലാ ഡ്രസ്സിനും വിലക്കുറവാണ് കേട്ടോ. ഒരു വാവച്ചിട്ട് ഈ ഡ്രസ്സിനൊക്കെ ജസ്റ്റ് 100-ൽ താഴെ, 100, ഒരു 50-60 അത്രയും കണ്ട ആയിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇത് മെയിൻ ആയിട്ട് ഞാൻ കാണിക്കാൻ കാരണം. ഇത് ഈ ഡ്രസ്സിനൊക്കെ വില കുറവാണ്. 500 ഒന്നും ഇല്ല. പിന്നെ ആവശ്യം ചുമ്മാ തള്ളുവാ. ഈ ഡ്രസ്സാ ഈ ഡ്രസ്സ് കാണിക്കാൻ നന്നായിട്ട് കണ്ടോ. ഇത് നല്ലൊരു ക്യൂട്ട് ഡ്രസ്സാണ്. ഇതിന് എത്രയാ വാച്ചി? 590 രൂപയോ? ഇതിനും വിലക്കുറവാണ് പൊന്നെ. എല്ലാം ഇപ്പൊ കാണിക്കുന്ന ഡ്രസ്സൊക്കെ വിലക്കുറവാ. ഈ ക്യൂട്ട് ഡ്രസ്സ് ഇതൊക്കെ വാങ്ങിച്ചു നമ്മളല്ലേ. ഇപ്പൊ ഇട്ടേക്കുന്ന ഡ്രസ്സ് ഇട്ടേക്കുന്ന ഡ്രസ്സ് നമ്മള് ഷോപ്പ് ചെയ്തതാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട്. കുഞ്ഞുങ്ങളുണ്ടോ? ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് വാവച്ചിയുടെ ഡ്രസ്സ് കേട്ടോ. അതെ, മമ്മയുടെ കാണിക്കണ്ടേ? എന്താ ഇത് അടിപൊളിയൊരു പാൻറ്റാണ് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ട്. ഇതിന് എത്ര രൂപയാ വാച്ചി? വിലക്കുറവ് എത്രയാ? എത്രയാണ്? നല്ല രൂപ എത്രയാണാ? ഇതിന് ഒരു 120 അത്രയും കണ്ടേ ഉള്ളൂ. കറക്റ്റാണ്. ഇത് ബ്രൗണും വാങ്ങിച്ചു, അതേപോലെ ഇതേപോലെ വൈറ്റ് വാങ്ങിച്ചു. ഇതിന് അതേ സെയിം പ്രൈസ് ആണ് കേട്ടോ. എല്ലാവരുടെയും കൊള്ളാം അല്ലേ? ഓക്കെ, ഓക്കെ. അപ്പം നെക്സ്റ്റ് ഒരു സ്കേർട്ട് പോലത്തെയാണ് കേട്ടോ. ഇതിനെത്രയാ? ഇതിനെത്രയാടാ വില? 100 സംതിങ് ഉള്ളൂ. ഇതിന് 120 100 രൂപയോ അത്രേ ഉള്ളൂ. അത് പിന്നെ ഒരു പാൻറ് എല്ലാം പാൻറ് പോലത്തെ ഞാൻ വാങ്ങിച്ചേക്കുന്നത്. ഇതിനും അതെ, ഇത് വീട്ടിലിടാൻ വേണ്ടി വാങ്ങിച്ച, പക്ഷെ ഇത് നമുക്ക് ശരിക്കും വെളിയിലൊക്കെ ഇടാം. ഇതിനും എത്ര വില? 590 അല്ല, 100 സംതിങ് ഉള്ളു. ആവശ്യക്കല്ല 500 ആണ് വരുന്നത് അല്ലേ? ഉണ്ടോ? അത് അങ്ങനെ വാങ്ങിച്ചു. എല്ലാം നമ്മള് എന്താ പറയാ, ഇതിന് എത്രയായിരുന്നു? 100 രൂപ അങ്ങനെ ഉള്ളു. ഇതേപോലത്തെ വേറൊരു ടീഷർട്ട് വാങ്ങിച്ചിട്ടോ. അത് നമ്മള് വാഷ് വെച്ചേക്കാം വെച്ചു. കുറെ നാളല്ലേ ഇങ്ങനെ സംസാരിച്ചിട്ട്, അതുകൊണ്ടാണ് നമ്മൾ ഇരുന്ന് ഇങ്ങനെ ജസ്റ്റ് സംസാരിക്കുന്നത്. ഒരു ചിറ്റ് ചാറ്റ് വീഡിയോ ആണല്ലേ വാവച്ചി? വാവച്ചിക്ക് വീഡിയോ എടുക്കാണ്ടിരുന്നപ്പോഴേ വാവച്ചിക്ക് മിസ് ചെയ്തായിരുന്നോ വീഡിയോ എടുക്കാത്തതുകൊണ്ട്? ആണോ? വാവച്ചിക്ക് ഇപ്പൊ വീഡിയോ എടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണോ? ബ്ലോഗ്സ്? ഓക്കെ, ബ്ലോഗ്സ് ഒക്കെ എടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണോ? ആണോ? ബ്ലോഗ്സ് എടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണോ? വാവച്ചി ബിസി ആയതുകൊണ്ടല്ലേ നമ്മൾ എടുക്കാനിരുന്നത് അല്ലേ? അല്ല, ഇന്നെന്താ അംഗൻവാടി പോകാത്ത? ഇന്ന് വാവച്ചി അംഗൻവാടി പോയില്ല. രാവിലെ എഴുന്നേറ്റപ്പോഴേ പറഞ്ഞു എനിക്ക് അംഗൻവാടി പോകണ്ട മമ്മ, എനിക്കിന്ന് റെസ്റ്റ് എടുക്കണം. എന്തുകൊണ്ടൊന്നും പോകട്ടെ? പിന്നെന്താ പോകത്തെ? വീട് എടുക്കുന്നതിനോട് പോകുന്നത്. അത് കൊള്ളാം. എന്തൊരു ഉത്തരവാദിത്തമുള്ള കൊച്ചല്ലേ, ഭയങ്കര റെസ്പോൺസിബിലിറ്റി ആണല്ലോ. അതുകൊണ്ടാണൊന്ന് പോകത്തെ, അല്ലാണ്ട് മടിയായത് കൊണ്ടല്ല അല്ലേ? മടിയായിരുന്നു ശരിക്കും വീടെടുക്കുന്നുണ്ട്. അന്ന് നമ്മള് വീഡിയോ എടുക്കുന്നു പറഞ്ഞിട്ടേ ഇല്ലല്ലോ, പ്ലാൻ ചെയ്തിട്ടേ ഇല്ലല്ലോ. ശരി, വാവച്ചിക്ക് അംഗൻവാടി പോകുന്നതാണോ ഇഷ്ടം, പോകാത്തതാണോ ഇഷ്ടം? ഏതാ ഇഷ്ടം വാവച്ചിക്ക്? സത്യം പറയാവുള്ളൂ കേട്ടോ. വീട്ടിലിരിക്കുന്ന ഇഷ്ടം? വീട്ടിലിരിക്കുന്ന ഇഷ്ടം ആണോ? വെളി ചുറ്റി കറങ്ങുന്ന ഇഷ്ടം, പക്ഷെ അംഗൻവാടി പോകുന്ന ഇഷ്ടമല്ല അല്ലേ? ഇഷ്ടമല്ല? ദൈവമേ. അപ്പൊ സ്കൂളിലൊക്കെ പോകുമ്പോ ആവശ്യത്തേപോലെ പറയുമോ? എനിക്ക് ഒരു ദിവസം സ്കൂളിൽ എണീക്കുമ്പോ പറയുമോ എനിക്ക് സ്കൂളിൽ പോകണ്ട വീട്ടിൽ ഇരുന്നാൽ മതിയെന്ന്?
പറയൂല്ലേ? അപ്പൊ നീ ഡെയിലി പോവോ? ആള് കൊള്ളാട്ടാ. പൂച്ച മാന്തിയ സമയത്തുണ്ടല്ലോ വാവച്ചിനെ അപ്പം തന്നെ നമ്മൾ നന്നായിട്ട് വെള്ളത്തിൽ സോപ്പ് ഇട്ട് നന്നായി കഴുകി ഡെറ്റോൾ ഇട്ട് നമ്മൾ തുടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് ഇഞ്ചക്ഷൻ ചെയ്തത്. അപ്പോൾ ഞാനത് പറയാൻ കാരണം നമ്മൾ അപ്പം തന്നെ അങ്ങനെ സോപ്പിട്ട് കഴുകണം, അല്ലെങ്കിൽ അവിടെ ബാക്ടീരിയസുകളൊക്കെ ഉണ്ടാവുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് അങ്ങനെ കഴുകിയത്. ഇപ്പം വാവച്ചിക്ക് ജസ്റ്റ് ഒരു മാന്തല കിട്ടിയത്, അതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടായില്ല. എങ്ങാനും പൂച്ചയോ പട്ടിയോ കടിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് പേടി ഉണ്ടായേനെ. നമ്മൾ എന്തായാലും ഇഞ്ചക്ഷൻ എടുക്കണം. ഏത് മൃഗം മാന്തിയാലോ കടിച്ചാലോ നമ്മൾ കുത്തിവയ്പ്പ് എടുക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഇത് പറയാൻ തന്നെ കാരണം ചില ആൾക്കാർ അങ്ങനെ കുത്തിവയ്പ്പ് ഒന്നും എടുക്കുന്നില്ല. അപ്പം അത് ഇമ്പോർട്ടൻ്റ് ഒരു സീരിയസ് മാറ്ററാണ് കേട്ടോ. അതുകൊണ്ട് മാത്രമാണ് ഞാനത് ഈ വീഡിയോയിൽ ഇത് ഷെയർ ചെയ്യാൻ കാരണം. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു വാവച്ചയായിട്ടൊരു ചിറ്റാറ്റ് വ്ളോഗായിരുന്നു കേട്ടോ. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഇത്ര നാളെ വ്ളോഗ് എടുക്കാത്തതും അതൊരു കാരണം ഞാൻ പറയാൻ വേണ്ടി വന്നതായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് വ്ളോഗ്സൊക്കെ കാണുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ സപ്പോർട്ട് ചെയ്യണം. അപ്പം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എങ്ങനത്തെ വീഡിയോസാണ് ഇഷ്ടമുള്ളതെന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യണം. അല്ല വാവച്ചി, ഇത് ഒരു ഇഞ്ചക്ഷൻ കൂടെ ഉണ്ട്, കോൾഡാണ്. അതെ വാവച്ചിക്ക് പനിയും കോൾഡ് എല്ലാം കൂടെ വന്നിട്ടുണ്ടായിരുന്നു ഇതൊക്കെ കഴിഞ്ഞിട്ട് അല്ലേ? വാവച്ചിക്ക് ഇനി ഒരു ഇഞ്ചക്ഷൻ കൂടി ഇല്ലേ? ലാസ്റ്റ് ഒരു ഇഞ്ചക്ഷൻ കൂടി ഉണ്ട്. അപ്പം അതും കൂടി എടുക്കാനുണ്ട്. ഓക്കെ അല്ലേ? ഇനി എടുക്കണ്ട, ഇനി കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഇഞ്ചക്ഷൻ. ഓക്കെ, അപ്പം നമ്മുടെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഇഞ്ചക്ഷൻ എടുക്കാനോ? ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവർ എല്ലാവർക്കും ബൈ ബൈ. ഓക്കെ, വാച്ചിക്ക് ഇഞ്ചക്ഷൻ ഇല്ല, എടുക്കുന്നില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ടാറ്റ ബൈ ബൈ.